സാധാരണ വീടുകളിൽ മലക്കറി വാങ്ങുമ്പോഴത്തേക്ക് അതിൽ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് തടിയങ്ക. ഞങ്ങളിവിടെ ചൊരക്കയെന്നാണ് പറയുന്നത്. ഈ തടിയങ്ക വെച്ചൊരു ലഡ്ഡു ടൈപ്പ് ഒരു പലഹാരം ഉണ്ടാക്കിയെടുത്താലോ? നല്ല സ്വീറ്റ് റെസിപ്പിയാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ചൊരക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലുതും ഒരു ചെറിയ കഷ്ണം. എന്നാലേ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. തൊലി കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലുള്ള വെള്ളം നമ്മളൊന്ന് പിഴിഞ്ഞ് കളയണം. എല്ലാ വെള്ളത്തിൻ്റെ അംശം വേണ്ട, കുറച്ച് വെള്ളം അംശം നമ്മളതിൽ വെച്ചേക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള വെള്ളത്തിൽ നമ്മൾ ആവിയിൽ കൊണ്ട് നല്ലതുപോലെ വെന്ത് വരും. നല്ലതുപോലെ എന്ന് പറഞ്ഞിട്ട് പകുതി കുക്കായി കിട്ടും കേട്ടോ. പകുതി കുക്കായി കിട്ടുന്ന സമയത്ത് നമ്മളത് കൈ കൊണ്ട് ഉടച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് നേരം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത്രയും സമയം മെനക്കെട്ടാലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡ്ഡു നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ശർക്കര, അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പാനിയാക്കി എടുക്കുക. ഇനി ആ ശർക്കരയിൽ ചപ്പ് ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചു മാറ്റിയിട്ടും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ചപ്പ് ചോറുകളൊന്നും ഇല്ലാത്തതായിരുന്നു. എന്നിരുന്നാൽ കൂടി ഞാൻ അരിച്ചു മാറ്റിയിട്ടാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തടിയങ്കായുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 ഏലക്കയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ആ ഒരു ലഡ്ഡു പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ, അങ്ങനെ വറ്റിച്ചെടുക്കുക. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഈ വെള്ളം എല്ലാം നമ്മുടെ ചൊരക്കകത്തൊന്ന് പിടിച്ചു വരണം. ആ ഒരു ഏകദേശം കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ള സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം, ഏതെങ്കിലും നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാഷ്നട്ടാണ് ഉണ്ടായിരുന്നത്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തേച്ച് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാണാനുള്ള ലുക്ക് മാത്രമല്ല, നല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. സാധാരണ ഇത് സാമ്പാറിനകത്ത് മാത്രം ഇട്ടാണ് അധികം ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വീട്ടിൽ കിടന്ന് തന്നെ അത് നശിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഐറ്റം ഉണ്ടാക്കാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഇനി ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ ചൂടാറണ്ട, നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോഴത്തേക്ക് പൊള്ളാത്ത വിധത്തിൽ ചൂടാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ബോൾസുകളായിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നമ്മുടെ ചൊരയ്ക്ക ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ, അതല്ലെങ്കിൽ ഇതിന് മുമ്പിൽ നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താണ് എല്ലാവരും ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.